റിബൽ സ്റ്റാർ പ്രഭാസ് നായകനായിട്ട് തെലുങ്കിൽ നിന്ന് പുറത്തിറങ്ങാൻ പോകുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ദ രാജാ സാബ്. അപ്പോൾ ആ സിനിമയുടെ ടീസർ ഇപ്പോൾ റിലീസായിട്ടുണ്ട്. രാവിലെ റിലീസായതാണ്. നമുക്ക് കാണാൻ പറ്റിയ സമയം എന്ന് പറഞ്ഞാൽ വൈകുന്നേരമായിരുന്നു, അതുകൊണ്ടാണ് ഒന്ന് ലേറ്റ് ആയത്. അപ്പോൾ ടീസർ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. ഏത് ജോണറാണ്, എന്ത് കാര്യമാണെന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും കൂടുതൽ അറിയില്ല. ഒരു റൂമർ വന്നിരുന്നു, ഇതൊരു ഹൊറർ കോമഡി സാധനമായിരിക്കും എന്നുള്ള രീതിയിൽ ഒരു റൂമർ വന്നിരുന്നു. പ്രഭാസ് കുറച്ച് നാളായിട്ട് ചെയ്യാത്ത, അല്ലെങ്കിൽ ഇന്ന് വരെ ചെയ്യാത്ത ഒരു ജോണറായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ ഒരു ന്യൂസുകൾ വന്നിരുന്നു. അപ്പോൾ എന്തായാലും ടീസർ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ റിയാക്ഷനിലേക്ക് കിടക്കാം. വെൽക്കം ടു സിനി പീഡിക. നായർ സാബ് എന്ന് പറയുന്ന പോലത്തെ ഒരു രാജാ സാബ് ആണോ ഇത് എന്ന് അറിയില്ല. എന്തായാലും നമുക്കിത് കാണാം. മാരുതി ആണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ തമൻ എസ് ആണ് ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ബാക്കി ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. പേരിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഡിസംബർ 5-ാം തീയതിയാണ് പടത്തിൻ്റെ റിലീസ്. അപ്പോൾ റിലീസ് ഡേറ്റും കൂടി പ്രഖ്യാപിക്കുന്ന ഒരു ടീസർ തന്നെയായിരിക്കും ഇത്. മറ്റ് ഡീറ്റെയിൽസ് തന്നെ പീപ്പിൾ മീഡിയ ഫാക്ടറി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ടീസർ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയണ്ട, ലെറ്റ്സ് റിയാക്ട്. സൗണ്ട് ഓക്കെ അല്ലേ? പരസ്യം. ప్యూరిటీకి రాజా సాబ్ కంట్రీ డిలైట్ మన ముందుకు తెస్తుంది మీ రాజా సాబ్ ని. രാജാ സാബ് ഓക്കെ. പരസ്യം എൻ്റെ കൂടെ ഉള്ള ടീച്ചറിൻ്റെ കൂടെ. ఈ ఇల్లు నా దేహం, ఈ సంపద నా ప్రాణం. నా తదనంతరం కూడా దీన్ని నేను మాత్రమే అనుభవిస్తాను. ఓహో, హలో హలో, బండి కొంచెం మెల్లగా. అసలే లైఫ్ అంతంత మాత్రం. చెప్పు, చేసిన పాపమేమి? నేరాలు పాపాలేంటండి, డిగ్నిఫైడ్గా లవ్ చేస్తేనే. పెన్నిష్ట మాళవిగా వేయాల్సిన ముద్రలు వేసేసావు మేడం. ఏదో తాగిన మధ్యలో కరిసేసినట్టున్నాను. హే జగన్నాథ ప్రభు, క్యా హో రహా హై? ఫేమస్ సాధనం. తాత వైర్ కొరికేసాడేమో చూడరా బయట. ഫാന്റസി എന്ന് പറയുന്നത് മാരുതിയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. മറ്റ് ഡീറ്റെയിൽസ് എല്ലാം സ്ക്രീനിൽ നിങ്ങൾക്കിപ്പോൾ കാണാം. തെലുങ്ക്, ഹിന്ദി, തമിഴ്, മലയാളം, കന്നഡ ഭാഷയിലാണ് റിലീസ്. അമീർ ഖാനൊക്കെ ഡിസ്ട്രിബ്യൂഷൻ പിടിച്ചിട്ടുണ്ട്. ടി സീരീസ്. ഹൊറർ കോമഡി വിഭാഗത്തിൽ ഓക്കെ ആയിരിക്കും പടം. ബട്ട് പ്രഭാസിൻ്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഇതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. എനിക്ക് ഒന്നും തോന്നിയില്ല സത്യം പറഞ്ഞാൽ. കോമഡി, ഹൊറർ കോമഡിയൊക്കെ ഇഷ്ടം പോലെ ഇപ്പം തമിഴിലൊക്കെ ഇറങ്ങി മടുപ്പിച്ചു. അരൺമണി, പിന്നെ ഏതാ നമ്മുടെ കാഞ്ചന, ഈ ഇടയ്ക്ക് വേറൊന്നും ഇറങ്ങിയായിരുന്നു. സന്താനത്തിൻ്റെ തന്നെ എന്താ പറയുക,
അങ്ങനെ കുറേ സിനിമകൾ, ഒരുപാട് സിനിമകൾ, പേര് തന്നെ മറന്നു പോകുന്നു. അപ്പോൾ അത്രയും സിനിമകൾ ഈ ഹൊറർ കോമഡി വിഭാഗത്തിൽ ഇറങ്ങി നമ്മളൊക്കെ മടുത്തിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിലേക്ക് ഇങ്ങനൊരു സാധനം എടുത്ത് വെക്കുമ്പോൾ ക്വാളിറ്റി വൈസെങ്കിലും ഒരു ഔട്ട് തരണമായിരുന്നു. ആ ഒരു VFX പൂച്ചേനൊക്കെ കണ്ടിട്ട് ചിരിയാണ് വന്നത്. കുറേ ആർട്ടിസ്റ്റുകളുണ്ട്, സഞ്ജയ് ദത്തുണ്ട്, ആരൊക്കെയാണ്, സമുദ്രക്കനി, സ്ഥിരം ആൾ സമുദ്രക്കനി ഉണ്ട്, മാളവിക ഉണ്ട്. അടുത്ത പ്രവാസിൻ്റെ ഒരു നല്ലൊരു പൊട്ടലായിരിക്കാൻ ചാൻസ് കണ്ടുവരുന്നുണ്ട്. എനിക്ക് ടീസർ സത്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല, ഓണസ്റ്റായിട്ട് പറയുന്നതാണ്, ഇഷ്ടപ്പെട്ടില്ല. ഒരു ഷോട്ട് പോലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കണ്ട് മടുത്ത അല്ലെങ്കിൽ ഒന്നുമില്ല, എനിക്കൊന്നും തോന്നിയില്ല സത്യമായിട്ടും. സോറി. നിങ്ങൾക്ക് ടീസർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. റിയാക്ഷൻ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതും പറയുക. താല്പര്യമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ പീസ് ഔട്ട്.